മുഖ്യമന്ത്രി ശ്രീ സതീശൻ എല്ലാ ദിവസവും ഉൾപ്പെടുത്തുന്നത് BJPയുടെ തരത്തിലുള്ള വിധേയത്വമാണ്. ആ വിധേയത്വം പുറത്തു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി വിചിത്രമായ വാദങ്ങൾ അദ്ദേഹം നിൽക്കുന്നു. ആ വാദങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളുമായി മുഖാമുഖം നോക്കിയാൽ സോപ്പ് കുമളയെ പോലെ പൊട്ടിത്തറന്നു പോകും. ഇതെല്ലാ ജനങ്ങളും കാണുന്നുണ്ട്. MOU അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇതെല്ലാം ന്യായം നിർത്തിക്കൊണ്ട് ഇതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് PMCയിൽ നിന്ന് UDF സർക്കാർ പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ യഥാർത്ഥ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകളും ഗാന്ധിയൻ മൂല്യബോധമുള്ളവരും ഒന്നും അറിയാതെ സതീശനും ഏതാനും സമ്മതം മൂളിക്കഴിഞ്ഞ PMC കടിയിൽ നിന്ന് തലയൂരാൻ താൻ തയ്യാറല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ മലക്കം മറിച്ചിലെല്ലാം ഇന്നും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം നിരർത്ഥകമാണ്. PMCയോടുള്ള നിലപാടെന്താണ് കോൺഗ്രസിൻ്റെ? കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം PMC നടപ്പിലാക്കപ്പെടുകയുള്ളൂ. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് സതീശനും കൂട്ടുകാരും ഇവിടെ വലിയ വായിൽ പറഞ്ഞു, ഞങ്ങൾ വന്നാൽ PMCയെ പിച്ച് ചീന്തി കാറ്റിൽ പറത്തും, ഞങ്ങൾ വന്നാൽ PMCയെ അറുകടലിൽ മുക്കത്താഴ്ത്തും. ഇതെല്ലാം പറഞ്ഞ ഈ കൂട്ടർ ലീഗും കോൺഗ്രസും അടങ്ങുന്ന UDF ഇത് PMCയുടെ ഏറ്റവും വലിയ രക്ഷകന്മാരും വ്യക്താക്കളുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. PMCയിൽ നിന്ന് പുറത്തു കടക്കാനാകില്ല എന്ന് പറഞ്ഞ വാദം പൂർണ്ണമായും അബദ്ധമാണ്, അടിസ്ഥാനരഹിതമാണ്. If there is a will, there is a way. ഉറപ്പാണ് കാര്യം. ചോദ്യം ഇതാണ്, PMCയിൽ നിന്ന് പുറത്തു കടക്കാൻ സതീശനും കൂട്ടുകാർക്കും ഈ ഗവൺമെന്റിന് വില്ലുണ്ടോ, രാഷ്ട്രീയമായ ഇച്ഛയുണ്ടോ എങ്കിൽ പുറത്തു കടക്കാൻ പറ്റും. അതില്ലെങ്കിൽ BJPക്ക് വേണ്ടി RSSന് വേണ്ടി PMCയിൽ ചെന്ന് തലവെച്ച് കൊടുത്ത ആ രീതിയിൽ തുടരാൻ വേണ്ടിയാണെങ്കിൽ ഒരു മാർഗവുമില്ലെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. ചോദ്യം ഇതാണ്, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി എപ്പോഴും അവകാശപ്പെടുന്ന സതീശന് ഈ പറയുന്ന RSSന്റെ വിദ്യാഭ്യാസ രംഗത്തെ കാര്യപരിപാടിയായ PMCയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പൊളിറ്റിക്കൽ വില്ലുണ്ടോ? ഉത്തരം പറയണം. പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ there is a way. അത് അദ്ദേഹത്തിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 299 അദ്ദേഹം അതൊന്ന് വായിക്കട്ടെ. ആ വകുപ്പ് ഇങ്ങനെയാണ്: all contracts made in the exercise of the executive power of the union or states shall be expressed to be made by the presidents or by the governor of the state of the case may be, and all such contracts and all assurances of property made in the exercise of that power shall be executed on behalf of the presidents or the governor by such persons and in such manner as he may direct or authorize. ഇതാണ് ആർട്ടിക്കിൾ 299. പ്രഗത്ഭ അഭിഭാഷകനായ മുഖ്യമന്ത്രിക്ക്
ഈ ആർട്ടിക്കിൾ 299 അറിയാമായിരിക്കും. അറിയാമെങ്കിലും ഇല്ലെങ്കിലും അത് വായിച്ചു നോക്കണം. എന്നിട്ട് അത് പറയട്ടെ. ഇത് പ്രകാരം MOUവിൻ്റെ വെളിച്ചം എന്താണ്? രാഷ്ട്രപതിയോ ഗവർണറോ അല്ലാത്ത ആര് പോയി എന്ത് എഴുതി കൊടുത്താലും ഒപ്പിട്ടാലും അതിന് യാതൊരു വിലയുമില്ല. വലിയ സംഭവമായിട്ട് സതീശനും കൂട്ടുകാരും കൊട്ടിക്കൊഷിക്കുന്ന MOU അത് വെറും കടലാസ് മാത്രമാണ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി നൾ ആൻഡ് വോയിഡ്. അതെല്ലാം മൂടി വെച്ചുകൊണ്ട് BJPക്ക് വേണ്ടിയുള്ള ഈ വക്കാലത്ത് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചു തീരും. എന്നിട്ട് അന്തസ്സായ കാര്യം പറഞ്ഞ് എനിക്ക് പറയണം.